അപ്പോൾ ഇന്നത്തെ പരിപാടി പോത്ത് മന്തി. നമുക്ക് വലിയൊരു പോത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായി കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെയാണ് പോത്തിനെ ചൂടാനുള്ള കുഴിയെടുക്കാൻ വേണ്ടി പോണത്. നമ്മുടെ കുഴി ഏകദേശം നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാഴ്ച പണി കേട്ടാ. അപ്പോൾ എന്തായാലും ഈ കുഴിക്ക് നമ്മൾ ഒരു ലേക്ക് ആണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ച് കൂടുതൽ, കാരണം നമ്മൾ ഉപ്പ് ഇതിൽ വേറെ ഉപയോഗിക്കണം. ഇത് കുറച്ച് ചാറ്റ് മസാലയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത മസാല നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡോക്ടർ നമ്മൾ കൂടി കേട്ടോ. നമ്മുടെ പാർട്ടി സ്പെഷ്യൽ അത്ര വേണമല്ലോ. അതെ അതെ അതെ. ശാരദേ ചൗക്ക് വരെ കത്തിപ്പോയി. കൂട്ടാൻ പറ്റ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നോക്കിയാൽ അങ്ങനെ നമ്മളെ അവിടെ ഇരുന്നു ദമ്മിട്ട് വെക്കാം. നമ്മൾ ദമ്മിലുണ്ടാക്കണം മന്തിയാണ്. പോണം പോത്തൊക്കെ പരുവത്തിലായിട്ടാ. അടിപൊളി അലു കഷ്ണം പോലെ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. കുറച്ച് സ്ഥലത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഒഴിച്ചോളെ, സ്ഥലത്തേക്ക് പോകണേ ഒഴിച്ചോളെ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ചോറ് ഞാൻ വെച്ചുകൊണ്ട് പറയാം. ചോറ് അടിപൊളി. എങ്ങനെ എടുത്താൽ ചോറ് സൂപ്പർ സൂപ്പർ അല്ലേ? ഇതൊക്കെ ഒഴിക്കണ്ട ആരും കേൾക്കാം. അവിടെ ബീഫ് ഇതൊന്നും പറയാനല്ല, സംഗതിയൊക്കെ നല്ല പഞ്ഞ് പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ കട്ട് ചെയ്ത് നിർത്താണ്. കട്ട് ചെയ്തെടുത്ത് മതിയായി നിർത്തിയിരിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. ചെറിയ മാത്തുള്ളി. അപ്പോൾ നമ്മുടെ കോമൻറ്റും ഉണ്ട്, ബിആർ കോമൻറ്റ് അല്ലേ, ഇൻസ്റ്റാഗ്രാമിലെ ഫേമസ് ആളാണ്.